യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 34. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി നിങ്ങൾ മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. നോക്കണമേ, യേശു നിങ്ങളെ സ്നേഹിച്ചപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞോ? ഇല്ല. അൺകണ്ടീഷണൽ ലവ്, അതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. അല്ലേ? ഓരോരുത്തരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണെന്നൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ അയക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചിരിക്കുകയും ഇമോജീസൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ എന്തെല്ലാം ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് സിമിലാരിറ്റി ഉള്ളതാണോ ഇത്? അല്ല. ഇതൊക്കെയും നമ്മുടെ ജഡത്തിൻ്റെയും നമ്മുടെ താല്പര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. ഒരു വ്യക്തിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണോ സ്നേഹം? അല്ല. സ്തോത്രം. എപ്പോഴും കുറ്റപ്പെടുത്തുന്നതാണോ സ്നേഹം? അല്ല. പിന്നെയോ നമ്മുടെ കുറവുകളെ ഓർക്കാതെ നമ്മളെ അംഗീകരിക്കുന്നതല്ലേ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്? ഞാൻ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നുമോ? ഇല്ല. എന്നാൽ സ്നേഹത്തിൽ നിങ്ങളുടെ കുറവുകളെ ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഞാനത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യോഗ്യതകളൊന്നുമില്ലാഞ്ഞിട്ടും നമ്മൾ അയോഗ്യരായിരുന്നിട്ട് പോലും നമ്മളെ അക്സെപ്റ്റ് ചെയ്ത യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലുണ്ടെങ്കിൽ അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിൻ്റെ സ്നേഹം നമ്മളില്ലാതെ എത്ര അന്യഭാഷ പറഞ്ഞാലും എത്ര സ്തോത്രം പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ചിലമ്പൊന്ന് ചെമ്പോ മുഴങ്ങുന്ന കൈത്താളം മാത്രമേ. ദൈവസഭ എന്ന് പറയുന്നത് കെട്ടിയടച്ചൊരു തോട്ടമാണ്. ഇതിനകത്ത് നട്ടിരിക്കുന്ന തൈകളാണ് ഞാനും നിങ്ങളും. തൈകൾ ചിലപ്പം വലുതുണ്ടാകാം, ചെറുതുണ്ടാകാം, എല്ലാത്തിൻ്റെയും കമ്പുകൾ ഒരുപോലെ ആയിരിക്കത്തില്ല. പക്ഷേ ഇതിനെ പരിപാലിക്കുന്ന ഉടമസ്ഥന് ഇതിനെ ഒരു വലിയ സ്നേഹത്തോടു കൂടിയാണ് നട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യജമാനനായ കർത്താവ് വെള്ളം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതല്ല നമ്മളെ, തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. നീ ഒരു തൈയെ കുറ്റപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളണം, നീ പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതും അത് ആരെയാണ്? ദൈവം നട്ടിട്ടുള്ള തൈയാണ്. ഇതിനെ പരിപാലിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് യേശു നമ്മളെ അൺകണ്ടീഷണലായി സ്നേഹിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പരസ്പരം സ്നേഹിപ്പാൻ, നമ്മുടെ നെയ്ബേഴ്സിനെ പരസ്പരം സ്നേഹിക്കുവാൻ, നമ്മുടെ കൊളീഗ്സിനെ സ്നേഹിക്കുവാൻ, അസോസിയേറ്റ്സിനെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഹല്ലേലൂയ.